വിജയ് ഈ സ്റ്റാലിൻ്റെ സ്ഥലത്ത് സ്വന്തം തട്ടകത്തിൽ പോലും വിജയ്ക്കുണ്ടായ മാറ്റം, അവരെ പാർട്ടിക്ക് ഉണ്ടായ ജനങ്ങൾ ഏറ്റെടുത്ത മാറ്റം അതിശയിപ്പിക്കുന്നതാണ്. കാരണം എന്താണ്, അവിടെ ഈ വലിയ പ്രമുഖരെയൊന്നും അല്ല വിജയ് അവതരിപ്പിച്ചത്. വളരെ ഓട്ടോ തൊഴിലാളികളെയും കൂലിപ്പണി ചെയ്യുന്നവരെയും കർഷകരെയും കർഷക തൊഴിലാളികളെയൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അവരെ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തുവെങ്കിൽ അതൊരു സിനിമ ആരാധന മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ച ആശയം തമിഴ് ജനത ഏറ്റെടുത്തു എന്നതിന് തെളിവാണ്. തീർച്ചയായും കേരളത്തിലും അത് സംഭവിക്കില്ല. ഫണ്ട് എന്തായാലും ഉണ്ടാവും, ഒരു പാർട്ടി കേരളത്തിൽ തുടങ്ങുമ്പോൾ അതിനെന്തായാലും ഫണ്ട് വേണം. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ പാലക്കാടായാലും തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും അവിടെയൊക്കെ വലിയ വലിയ പരിപാടി ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വിജയ് ഫാൻസ് അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ അവർ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അവർ ഓരോ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നുണ്ട് 100-150 ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അവിടെ അവരെ ചെലവ്, കൊടി കെട്ടുന്നതൊക്കെ അവരെ കയ്യിൽ നിന്നാണ് ആ പൈസ അവർ ഇട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആ പാർട്ടിയോടുള്ള വിശ്വാസവും കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഇപ്പം ഫണ്ട് ആവശ്യമാണ്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ ഈ ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തമിഴ്നാട്ടിൽ ചെയ്തത് ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഞാൻ അവിടെ ഒരു വീട്ടിൽ ഒരു സ്ഥാനാർത്ഥിയോട് അല്ലെങ്കിൽ അവിടെ പര്യടനത്തിന് പോയ സമയത്ത് ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിക്ക് ഒരു ഫിസിൽ കൊടുത്തിട്ട് ആ കൊച്ചുകുട്ടിയെ പോലും നമ്മുടെ ആ പാർട്ടി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവൻ നാളെ 18 വയസ്സായി വോട്ടർ ആകാൻ പോകുന്ന ആളാണ്, ഇവരെയാണ് നമുക്ക് ആവശ്യം. കൊച്ചു കുട്ടികൾ മുതൽ യുവാക്കൾ, ആ രീതിയിലുള്ള ആൾക്കാരെ മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം ഉണ്ടാക്കിക്കൊണ്ട് അവരെല്ലാം ആകർഷിച്ചുകൊണ്ടായിരിക്കും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു 20 വർഷത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ADMK സംബന്ധിച്ചിടത്തോളം 4-5 കക്ഷണമായി മാറി. കാരണം ജയലളിത അമ്മ മരിച്ചതിന് ശേഷം നമുക്കറിയാം ശശികല മുന്നോട്ട് വന്നു, ശശികല ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിപ്പോയി. പനീർസെൽവം മുന്നോട്ട് വന്നു, അദ്ദേഹം ഒരു ഇതായിപ്പോയി. TTV ദിനകരൻ വന്നു, അദ്ദേഹം ഒരു പുതിയ അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടിയായി പോയി. എടപ്പാളി പളനിസ്വാമി ADMK എന്ന പാർട്ടിയായിട്ട് നിന്നു. അപ്പം ഇങ്ങനെ 4 കക്ഷണങ്ങളായിട്ട് മാറി ADMK. അപ്പോൾ ഈ 4 കക്ഷണങ്ങളായപ്പോൾ ഈ വോട്ടുകളെല്ലാം 4ആയിട്ട് അപ്പോഴേ അത് മാറി തീർന്നു കഴിഞ്ഞു. ഇപ്പോൾ TVക്ക് വന്ന സമയത്ത് നമുക്കറിയാം 30-34 ADMK MLA മാർ, അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള SP വേലുമണിയെ പോലുള്ള വളരെ ശക്തനായിട്ടുള്ള MLA മാർ TVKയുടെ പക്ഷത്ത് വന്നു. അപ്പോൾ ഇനി ADMK എന്ന് പറഞ്ഞൊരു സംവിധാനം തമിഴ്നാട്ടിൽ ഉണ്ടാകില്ല. പിന്നെ DMK കുറിച്ച് പറഞ്ഞാൽ DMKയുടെ അവസ്ഥ ഇപ്പം ഇനി അടുത്ത ഉദയനിധിയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ഇതിലും വളരെ ദയനീയമായിട്ട് DMK രാഷ്ട്രീയം തീരും. നമ്മൾ തമിഴ്നാട്ടുകാരെ കുറിച്ച് പറയുന്നത് സിനിമാ താരങ്ങൾ അവർക്ക് വീര ആരാധനയാണ്. വെള്ളിത്തിരയിൽ അമാനുഷിക പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അതിന് പിന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഉദാഹരണം MGRയുടെ രാഷ്ട്രീയ പാർട്ടി, കരുണാനിധിയുടെ രാഷ്ട്രീയ പാർട്ടി, ഇവരെല്ലാം വെള്ളിത്തിരയിൽ തിളങ്ങിയ ആളുകളാണ്. പക്ഷേ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ കമലഹാസന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കൈകൊള്ളുകയും ചെയ്തു. ഇപ്പോഴത്തെ വിജയ് അധികാരത്തിലേക്ക് വരുന്നു. അതേപോലെ കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിൽ സിനിമാ താരങ്ങൾക്ക് ഒരു അവസരം നൽകുമെന്ന് താങ്കൾ കരുതുന്നു? കേരളത്തിലെ സിനിമാ താരങ്ങൾക്ക് അവസരം നൽകില്ല. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം ഇപ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റാണ് തമിഴ്നാട്. കാരണം തിരുവനന്തപുരം കഴിഞ്ഞാൽ തൊട്ടടുത്ത് കന്യാകുമാരി ജില്ലയായി, പാലക്കാട് കഴിഞ്ഞാൽ കോയമ്പത്തൂർ, തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണോ വിജയം സ്വീകരിച്ചത്, അത് രാഷ്ട്രീയ ഈ സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ്. കാരണം എനിക്കറിയാം, കാരണം ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ തമിഴ്നാട്ടിലുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ജയിച്ച് മന്ത്രിയായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ കൂടെ ഒപ്പം നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഓരോ കുടുംബങ്ങളിലും അവർ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം കേരളത്തിൽ അതിൻ്റെ 1% നമ്മൾ കേരളത്തിൽ കൊടുത്താൽ പോലും കേരള ജനത അംഗീകരിക്കും. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മടുത്ത് ഇരിക്കുന്ന നാടാണ് കേരളം. ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരു വണ്ടിയിൽ കയറാൻ പോലും ഉള്ള ആളില്ലാത്ത ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. ആ പാർട്ടികളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർ വളരെ ദയനീയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. നമ്മളെപ്പോഴും ജനങ്ങൾക്ക് അവർക്ക് എന്ത് ഗുണം ചെയ്യും അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടി അംഗീകരിക്കും. അതിനകത്ത് ഈ സിനിമാ നടനെന്നോ മറ്റൊരു വ്യത്യാസം അതിനകത്ത് വരുന്നില്ല. അതാണ് കമലഹാസൻ നമുക്കറിയാം ഉലക നായകനാണ്. അദ്ദേഹം വന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും, തമിഴ്നാട്ടിലെ ജനത പല ആൾക്കാരും പറഞ്ഞു അദ്ദേഹം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകും. അത്രയും ഇതായിരുന്നു. അദ്ദേഹം കോയമ്പത്തൂർ മത്സരിച്ച സമയത്തും വലിയ ജനക്കൂട്ടമായിരുന്നു. പക്ഷെ അതൊന്നും വോട്ടായി മാറിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അതായിരുന്നു. അത് മാത്രമല്ല, അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ദ്രാവിഡ സംസ്കാരം, അവരെല്ലാം ദ്രാവിഡരാണ് എന്നുള്ളൊരു ചിന്ത പുലർത്തുന്ന നാടാണ് തമിഴ്നാട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിജയ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എനിക്കറിയാം. തമിഴ്നാട്ടിൽ നമ്മൾ കഴിഞ്ഞ ഈ ഇലക്ഷന് മുമ്പ് നടന്ന ഓരോ പ്രോഗ്രാമും, ഇപ്പോൾ സേലത്ത് തന്നെ ഒരു പരിപാടി നിശ്ചയിക്കും. ആ പരിപാടിക്ക് തൊട്ട് മുമ്പ് പോലീസ് പോയി ആ പരിപാടി നടത്താൻ പറ്റില്ലെന്ന് പറയും. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടി, അത്രത്തോളം കഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് വിജയിയുടെ ഓരോ പ്രോഗ്രാമും ഓരോ ജില്ലകളിലും നടത്തിയത്. എന്നിട്ട് പോലും അതിനകത്ത് വന്ന ആൾക്കൂട്ടം, അത് സ്റ്റാലിൻ പോലും പ്രതീക്ഷിച്ച് കാണില്ല. കാരണം പുള്ളി വിചാരിച്ചത് കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ അതൊരു ഫാൻസ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതിനെല്ലാം മറികടന്ന്
വിജയ് ഈ സ്റ്റാലിൻ്റെ സ്ഥലത്ത് സ്വന്തം തട്ടകത്തിൽ പോലും വിജയ്ക്കുണ്ടായ മാറ്റം, അവരെ പാർട്ടിക്ക് ഉണ്ടായ ജനങ്ങൾ ഏറ്റെടുത്ത മാറ്റം അതിശയിപ്പിക്കുന്നതാണ്. കാരണം എന്താണ്, അവിടെ ഈ വലിയ പ്രമുഖരെയൊന്നും അല്ല വിജയ് അവതരിപ്പിച്ചത്. വളരെ ഓട്ടോ തൊഴിലാളികളെയും കൂലിപ്പണി ചെയ്യുന്നവരെയും കർഷക തൊഴിലാളികളെയൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അവരെ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തുവെങ്കിൽ അതൊരു സിനിമ ആരാധന മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ച ആശയം തമിഴ് ജനത ഏറ്റെടുത്തു എന്നതിന് തെളിവാണ്. തീർച്ചയായും കേരളത്തിലും അത് സംഭവിക്കും. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുപ്പാണ്. പക്ഷെ അവർക്കൊരു ബദലില്ല. ഈ CPM-നും കോൺഗ്രസിനും BJP-ക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊരു ബദൽ സംവിധാനം വേറെയില്ല. അത്തരത്തിൽ ബദൽ സംവിധാനമായി കടന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വലിയ ആയുസ്സും കേരളത്തിലില്ല. അവിടെ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ TVK രൂപീകരിക്കുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്ന നേതാക്കന്മാർ കടന്നു വരുമോ ഈ പാർട്ടിയിൽ? തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ എനിക്ക് ഒരു കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. ഇതെന്താണ്, ഏതാണ്, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ഇതിനകത്ത് വരാൻ താല്പര്യമുണ്ട്. അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാർ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 5 വർഷം ഒരു പാർട്ടി ഭരിക്കും, അടുത്ത 5 വർഷം മറ്റൊരു പാർട്ടി ഭരിക്കും. ഇപ്പം നമ്മുടെ പിണറായി വിജയൻ സർക്കാർ മാത്രമാണ് 10 വർഷം ഇരുന്നത്. അപ്പോൾ പരമ്പരാഗതമായ ഒരു വോട്ട് ബാങ്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്ഥിരം ആ പാർട്ടി തന്നെ ഭരിക്കണ്ടേ. അപ്പോൾ ഈ 5 വർഷം ഭരിച്ചിട്ട് അടുത്ത എവരെങ്കിലും നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്കൊന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഒരു ബദലൊരു സംവിധാനമില്ല. അവിടെയാണ് വിജയിയുടെ ഈ ആശയവും വിജയ മാതിരിയുള്ള ഒരു വലിയൊരു ഒരു വ്യക്തിത്വം, അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് കേരളത്തിൽ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും യുവാക്കളും യുവതികളും നേരത്തെ പറഞ്ഞ കർഷക തൊഴിലാളികളും എല്ലാവരും ഈ ഒരു ആശയം ഏറ്റെടുക്കും. തീർച്ചയായിട്ടും തമിഴ്നാട് നമുക്കിപ്പം അധികാരത്തിൽ വന്നിട്ട് ഒരു 10-20 ദിവസമേ ആയിട്ടുള്ളൂ. അടുത്ത 1 വർഷം കൊണ്ട് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അത് കേരളത്തിലും അതിൻ്റെ ഒരു അലയടി ഉണ്ടാകും. തീർച്ചയായിട്ടും കേരളത്തിലെ വിജയുടെ TVK വളരെ സജീവമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറും. ഒന്നും കൂടി കൃത്യതയ്ക്കും ക്ലാരിറ്റിക്കും വേണ്ടി ചോദിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ, അതായത് കേരളം അറിയപ്പെടുന്ന ആളുകൾ, കേരളത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന ആളുകൾ TVKയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് തുടക്കകാലത്തുണ്ടാകും, അല്ല പാർട്ടി രൂപീകരിച്ച് നിങ്ങളെ പ്രവർത്തനം അല്ല, ഇപ്പോൾ തന്നെ പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തന്നെ പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്ന്. പക്ഷെ നമ്മൾ പല ആൾക്കാരെയും മാറ്റി നിർത്തുന്നത് ഈ പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വന്ന ആൾക്കാരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് വീണ്ടും ഒരു ഇതിൽ പോകുന്നില്ല. ശരിക്കും യുവജനങ്ങളെയും ഞാൻ നേരത്തെ പറഞ്ഞ യുവതികളെയും IT മേഖലയിൽ ജോലി ചെയ്യുന്നപ്പം കൊള്ളാവുന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപാട് നല്ല നല്ല നേതാക്കന്മാർ ഈ പാർട്ടിയുമായിട്ട് അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ച് എന്നെ തന്നെ പല ആൾക്കാരും വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച പല നേതാക്കന്മാരുമുണ്ട്. അത് കോൺഗ്രസിലുണ്ട്, CPM-ന്റെ ഉണ്ട്, BJP-യുടെ ഉണ്ട്, ഈ പറഞ്ഞ NCP-യിലും ഉണ്ട്. ഞാനൊരു സംശയം ചോദിച്ചാൽ, കേരളത്തിൽ പല മേഖലകളിലും ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ കേരളത്തിൽ പല ശക്തി ആർജിച്ച ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ കേരളത്തിൽ ഇന്നും അസംഘടിതരായി നിൽക്കുന്ന ഒരുപാട് മേഖലയിലെ ജീവനക്കാരുണ്ട്. എടുത്തു പറഞ്ഞാൽ IT മേഖലയിൽ കൃത്യമായൊരു തൊഴിലാളി സംഘടനകളോ അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള ആളുകളോ അല്ല. എപ്പോഴും പിരിച്ചുവിടൽ ഭീഷണിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. മാധ്യമ മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ ഒരു തൊഴിലാളി സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. അങ്ങനെ പല മേഖലയിലും ഇത്തരം മേഖലയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനാണോ TVK താല്പര്യപ്പെടുന്നത്? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ കണക്ക് പല മേഖലകളിലും അവിടുത്തെ തൊഴിലാളികൾ വളരെ, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് മേഖലകളുണ്ട്, തൊഴിൽ മേഖലകൾ. പക്ഷെ അവിടെയൊക്കെ വളരെ ദയനീയമാണ്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരെ മാത്രം സപ്പോർട്ട്, മറ്റുള്ള ആൾക്കാരെ അവരെ എങ്ങനെ പുറത്താക്കാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന് ചിന്തിക്കുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ആൾക്കാരെയും ഒത്തുമിപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു ട്രേഡ് യൂണിയൻ സംവിധാനവും കേരളത്തിൽ വിജയുടെ നേതൃത്വത്തിൽ, ആ വിജയുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരും. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പണം നിർബന്ധമാണ്. പണമില്ലാതെ ഒന്നും നടക്കില്ല. എങ്ങനെയാണ് TVK ഫണ്ട് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിനകത്ത് ഫണ്ടിൻ്റെ ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഫണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫണ്ട് എന്തായാലും ഉണ്ടാവും. ഒരു പാർട്ടി കേരളത്തിൽ തുടങ്ങുമ്പോൾ അതിനെന്തായാലും ഫണ്ട് വേണം. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ പാലക്കാടായാലും തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും അവിടെയൊക്കെ വലിയ വലിയ പരിപാടി ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വിജയ് ഫാൻസ് അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ അവർ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അവർ ഓരോ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നുണ്ട് 100-150 ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അവിടെ അവരെ ചെലവ്, കൊടി കെട്ടുന്നതൊക്കെ അവരെ കയ്യിൽ നിന്നാണ് ആ പൈസ അവർ ഇട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആ പാർട്ടിയോടുള്ള വിശ്വാസവും കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഇപ്പം ഫണ്ട് ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ ഈ ആൾക്കാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്തെയും തൃശ്ശൂരെയും ഒക്കെ ചില വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരു 40 വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് താഴെയുള്ളതാണ്. യൂത്താണ് അതിൽ പങ്കെടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂത്തിന് ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയോട് വലിയ താല്പര്യമൊന്നുമില്ല. കിടക്കട്ടെ വോട്ട്, ഇവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി നന്നാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവർ വോട്ട് ചെയ്യുന്നത്. അത്തരം ആളുകളെ ജൻസിയെ പിടിച്ച് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ
ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? 100%. നമ്മൾ തമിഴ്നാട്ടിൽ ചെയ്തത് ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഞാൻ അവിടെ ഒരു വീട്ടിൽ ഒരു സ്ഥാനാർത്ഥിയോട് അല്ലെങ്കിൽ അവിടെ പര്യടനത്തിന് പോയ സമയത്ത് ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിക്ക് ഒരു ഫിസിൽ കൊടുത്തിട്ട് ആ കൊച്ചുകുട്ടിയെ പോലും നമ്മുടെ ആ പാർട്ടി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവൻ നാളെ 18 വയസ്സായി വോട്ടർ ആകാൻ പോകുന്ന ആളാണ്, ഇവരെയാണ് നമുക്ക് ആവശ്യം. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ, ആ രീതിയിലുള്ള ആൾക്കാരെ മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം ഉണ്ടാക്കിക്കൊണ്ട് അവരെല്ലാം ആകർഷിച്ചുകൊണ്ടായിരിക്കും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ TVKയുടെ സംഘടനാ ശേഷി അറിയേണ്ടിയിട്ടാണ്, അവരെ സംഘടന രൂപം അറിയേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അവർക്ക് യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ തൊഴിലാളി സംഘടനകളൊക്കെ തമിഴ്നാട്ടിൽ രൂപം നൽകി കഴിഞ്ഞു? ഇല്ല, അതൊക്കെ ഇനിയിപ്പോൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ. ഇനി അപ്പോൾ അതിൻ്റെ ബാക്കി സംഘടനയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അടുത്ത ജൂണോട് കൂടി ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കമ്മിറ്റി പോലും കൂടിയിട്ടില്ല. ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിച്ചു, അതിൻ്റെ ചർച്ചകളും ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്ന് എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുവരേക്കും തമിഴ്നാട്ടിൽ നടക്കാത്തൊരു കാര്യമാണ്. DMK സർക്കാർ, സ്റ്റാലിൻ സർക്കാർ വന്നപ്പോൾ പോലും അവരെ ഒപ്പം നിന്ന ആൾക്കാർക്ക് ഒരു മന്ത്രിസ്ഥാനം പോലും കൊടുത്തു. 59 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് അവിടെ. അതെ, അപ്പോൾ TVK വന്ന സമയത്ത് എല്ലാ ആൾക്കാരെയും, കോൺഗ്രസിന് 5 MLA ഉള്ള പാർട്ടിയാണ്, എന്നിട്ട് പോലും അവർക്ക് 2 മന്ത്രിമാർ, അതുപോലെ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സംവിധാനമാണ് തമിഴ്നാട്ടിൽ വിജയ് നേതൃത്വം കൊടുക്കുന്നത്. തമിഴ്നാട്ടിലെ കുറിച്ച് തന്നെ ചോദിക്കുമ്പോൾ, തമിഴ്നാട്ടിൽ നമുക്കറിയാം DMK വലിയ തുടർഭരണ പ്രതീക്ഷയിലായിരുന്നു. സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ വലിയ പ്രതീക്ഷയോടെ മത്സരിച്ചാൽ സ്റ്റാലിൻ ദയനീയമായി പരാജയപ്പെട്ടു. AIADMK നാമാവിശേഷമായി മാറുന്ന സാഹചര്യമുണ്ടായി. തമിഴ്നാട്ടിൽ ഈ പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളുടെ അവസാനമാണോ ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും ഇനി ഒരു 20 വർഷത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ADMK സംബന്ധിച്ചിടത്തോളം 4-5 കക്ഷണമായി മാറി. കാരണം ജയലളിത അമ്മ മരിച്ചതിന് ശേഷം നമുക്കറിയാം ശശികല മുന്നോട്ട് വന്നു, ശശികല ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിപ്പോയി. പന്നീർസെൽവം മുന്നോട്ട് വന്നു, അദ്ദേഹം ഒരു ഇതായിപ്പോയി. TTV ദിനകരൻ വന്നു, അദ്ദേഹം ഒരു പുതിയ അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടിയായി പോയി. എടപ്പാളി പളനിസ്വാമി ADMK എന്ന പാർട്ടിയായിട്ട് വന്നു. അപ്പം ഇങ്ങനെ 4 കക്ഷണങ്ങളായിട്ട് മാറി ADMK. അപ്പോൾ ഈ 4 കക്ഷണങ്ങളായപ്പോൾ ഈ വോട്ടുകളെല്ലാം 4ആയിട്ട് അപ്പോഴേ അത് തീർന്നു കഴിഞ്ഞു. ഇപ്പോൾ TVK വന്ന സമയത്ത് നമുക്കറിയാം 30-34 ADMK MLA മാർ, അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള SP വേലുമണിയെ പോലുള്ള വളരെ ശക്തനായിട്ടുള്ള MLA മാർ TVKയുടെ പക്ഷത്ത് വന്നു. അപ്പോൾ ഇനി ADMK എന്ന് പറഞ്ഞൊരു സംവിധാനം തമിഴ്നാട്ടിൽ ഉണ്ടാകില്ല. പിന്നെ DMK കുറിച്ച് പറഞ്ഞാൽ DMKയുടെ അവസ്ഥ ഇപ്പം ഇനി അടുത്ത ഉദയനിധിയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ഇതിലും വളരെ ദയനീയമായിട്ട് DMK രാഷ്ട്രീയം തീരും.